വടകര ഡിവൈഎസ്പിയുടെ വാഹനം കത്തിച്ച കേസിൽ പ്രതി പിടിയിൽ. വടകര സ്വദേശി അബ്ദുൽ ജലീലിനെയാണ് അറസ്റ്റ് ചെയ്തത്. മുസ്ലിം ലീഗ് നേതാവിന്റെ കട കത്തിച്ച കേസിൽ ഇയാൾ പ്രതിയാണ്. അരുൺ പൂപ്പറമ്പ കോഴിക്കോട് നിന്ന് ചേർന്നു. അരുൺ, കേസിന്റെ പശ്ചാത്തലം? സുഹൈൽ, ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. വടകര ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഡിവൈഎസ്പിയുടെ ഔദ്യോഗിക വാഹനമാണ് തീവച്ച് നശിപ്പിച്ചത്. ഇതിന് 30 മിനിറ്റ് മുമ്പ് സമീപത്തെ ഒരു ലീഗ് നേതാവിന്റെ കട കൂടി ഈ സമാന രീതിയിൽ തീവച്ച് നശിപ്പിച്ചിരുന്നു. അതിൽ നടത്തിയ അന്വേഷണത്തിലാണ് ആദ്യം ഈ വടകര സ്വദേശിയായിട്ടുള്ള അബ്ദുൽ ജലീലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ ഈ 2 സംഭവങ്ങൾക്ക് പിന്നിലും ഇയാൾ തന്നെയാണോ എന്ന സംശയം പോലീസിനുണ്ടായിരുന്നു. തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ ഡിവൈഎസ്പി ഓഫീസ് വളപ്പിലെയും അതോടൊപ്പം സമീപത്തെയും CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു. ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ 2 സംഭവങ്ങൾക്ക് പിന്നിലും ഈ അബ്ദുൽ ജലീലാണെന്ന് വ്യക്തമായത്. ആദ്യം കടക്ക് തീവയ്ക്കുന്നു, ശേഷം ഒരു 30 മിനിറ്റ് ശേഷം ഡിവൈഎസ്പി ഓഫീസിൽ അതിക്രമിച്ചു കയറി ഈ വാഹനത്തിന് തീവച്ചത് ഈ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ടുണ്ട്. ഇതേ തുടർന്നാണ് ഈ കേസിൽ കൂടി ഇയാളെ കസ്റ്റഡിയിൽ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ രാത്രി തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ഇതിന്റെ മോട്ടീവ് എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. ഈ ലീഗ് നേതാവിന്റെ കട തീവച്ചതിൽ ഇയാൾക്ക് വ്യക്തിവൈരാഗ്യം ഈ ലീഗ് നേതാവുമായി ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ ചില പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇതേ തുടർന്ന് ഡിവൈഎസ്പിയുടെ വാഹനത്തിന് എന്തിന് തീവച്ചു എന്ന കാര്യത്തിൽ പോലീസ് ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുകയാണെന്നാണ് ഈ ഘട്ടത്തിൽ പോലീസ് അറിയിക്കുന്നത്. സുഹേൽ.